ഇന്ന് ചരിത്രപ്രസിദ്ധമായ വെള്ളൂർവട്ടം മഹാദേവ ക്ഷേത്രത്തിലെ തൃക്കൊടിയേറ്റ് കർമ്മം നടന്നു. ഇനി ഇവിടെ ഉത്സവ നാളുകളാണ്. ഈ വർഷത്തെ തിരുവുത്സവം 2025 ഫെബ്രുവരി 20 വ്യാഴാഴ്ച രാവിലെ 9-നും 10-നും മധ്യയുള്ള ശുഭമുഹൂർത്തത്തിൽ ബ്രഹ്മശ്രീ മോനാട്ട് ബനക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെയും ബ്രഹ്മശ്രീ ഗോവിന്ദൻ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ തെക്കനപ്പനും വടക്കനപ്പനും കൊടിയേറി തെക്ക് അമ്പലപ്പുഴ മുതൽ ആലപ്പുഴ ജില്ലയുടെ വടക്കൻ പ്രദേശമായ അരൂർ വരെയുള്ള പല കുടുംബക്കാരുടെയും കുടുംബ പരദേവതയാണ് വെളർവട്ടത്ത് മഹാദേവൻ. വടക്കനപ്പൻ ആണ് ആദ്യം ഉണ്ടായ ശിവക്ഷേത്രം. ശേഷം തെക്കനപ്പൻ ഉണ്ടായി എന്നാണ് ഐതിഹ്യം. ആഴുവാഞ്ചേരി തമ്പ്രാക്കൾ എല്ലാ പ്രാവശ്യവും ഇവിടെ നിന്ന് വൈക്കത്ത് ഭഗവാനെ കാണാൻ പോവുകയും തിരിച്ചു വരികയും ചെയ്യുമായിരുന്നു. പ്രായാധിക്യത്താൽ അദ്ദേഹം ഭഗവാനോട് പറയുകയുണ്ടായി, ഇനി എനിക്ക് ഇങ്ങോട്ട് ഭഗവാനെ കാണാൻ വരിക പ്രയാസമാണ്. അങ്ങനെ ഭഗവാൻ സ്വപ്നത്തിൽ ദർശനം നൽകുകയും ഹോമകുണ്ഡത്തിൽ, അതായത് ഇപ്പോൾ നിൽക്കുന്ന അമ്പലത്തിൽ ഹോമകുണ്ഡത്തിൽ നിന്നും സ്വയംഭൂവായി ലിംഗം വരികയും ചെയ്തു. അങ്ങനെയാണ് ഇപ്പോഴത്തെ തെക്കനപ്പൻ നിലകൊള്ളുന്നത്. വേളൂർവട്ടത്തെ നാഗേഷ്യമ്മയ്ക്കും പ്രത്യേക പ്രാധാന്യമുണ്ട്. പുള്ളൂവർ നാവൂർ പാട്ട് പാടുമ്പോൾ വേളൂർവട്ടത്തെ നാഗേഷ്യമ്മയ്ക്ക് പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ച് തന്നെയാണ് പാടുന്നത്. ഇവിടെ നിത്യ ഗുരുതി നടക്കുന്നുണ്ട്. ചെറിയ ഗുരുതിയും വലിയ ഗുരുതിയും നടത്താറുണ്ട്. കളമെഴുത്തുപാട്ട് 41 മണ്ഡലകാലയളവിൽ നടത്തപ്പെടുന്നു. ഇതാണ് ജന്മനക്ഷത്രക്കാവ്. നാളുകളുടെയും വൃക്ഷങ്ങൾ ഇവിടെ പരിപാലിച്ചു പോരുന്നു. വരുന്നവർക്ക് അവരുടെ നക്ഷത്രത്തിൽപ്പെട്ട വൃക്ഷങ്ങളിൽ ജലമൊഴിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കിണറ്റുകര തളിച്ചുകുട നടക്കുന്നതാണ്. 10:30-നാണ് കിണറ്റുകര തളിച്ചുകുട നടത്തപ്പെടുന്നത്. കാളയാണ് ഈ കാണുന്നത്. ചേർത്തല റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 300 മീറ്റർ മാറിയാണ് വെള്ളൂർവട്ടം ശ്രീ മഹാദേവ ക്ഷേത്രം നിലകൊള്ളുന്നത്. ഇത് ഊരാഴ്മ ദേവസ്വം ബോർഡിന് കീഴിലുള്ളതാണ്. ചേർത്തല KSRTCയിൽ നിന്നും എറണാകുളം ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ ഇവിടെ നിർത്തുന്നതാണ്. പ്രൈവറ്റ് ബസ്സുകൾ ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ തന്നെ നിർത്തും. ക്ഷേത്രത്തിലെ അറുകോലസ്വാമിക്ക് ദാഹം വെപ്പ് ഇവിടെ വഴിപാടായി നടത്തപ്പെടുന്നു. അമാവാസി നാളിൽ ദാഹം വയ്ക്കുന്നതിന് ഭക്തജന തിരക്ക് തന്നെ ഇവിടെ അനുഭവപ്പെടാറുണ്ട്. രാവിലെ 4:30-ന് നട തുറപ്പ്, 11 മണിക്ക് ധാര, ഉച്ചപൂജ 1 മണിക്ക് നടയടപ്പ്, വൈകിട്ട് 5:30-ന് നട തുറന്ന് ദീപാരാധന, ഗുരുതി, അറുവലയ്ക്ക് നേദ്യം, നടയടപ്പ്. ക്ഷേത്രത്തിലെ കുളമാണ് ഈ കാണുന്നത്. അതിവിശാലമായ ക്ഷേത്രകുളമാണ് ഇവിടുത്തെ.
ജ്യോതിഷം പ്രശ്നം പരിഹാരം മുഹൂർത്തങ്ങൾ കച്ചവട തൊഴിൽ തടസ്സങ്ങൾ വിവാഹാദി കാലതാമസങ്ങൾ എന്നിവ നേരിടുന്നെങ്കിൽ ഈ നമ്പറിൽ വിളിക്കുക. ഓൺലൈൻ സേവനം ലഭ്യമാണ്. വേണു തിരുമേനി.